അപ്പനിൽ നിന്നും കിട്ടിയ ഒരു ഏറ്റവും ക്വാളിറ്റി സാറിന് അപ്പൻ്റെ എടുക്കാം, അപ്പൻ ഇങ്ങനെ ഇതായിരുന്നു, ഇത് ഞാനും ചെയ്യണം, അങ്ങനെ ഒരു ക്വാളിറ്റി എടുക്കാനായിട്ടില്ല. ഞാൻ നാച്ചുറലി എന്തെങ്കിലും കിട്ടിയിട്ടുള്ളതേ ഉള്ളൂ. എനിക്ക് എടുക്കാനൊന്നും പറ്റിയല്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും കിട്ടിയിട്ടുള്ള അല്ല. ഇപ്പൊ നമ്മള് എന്താ പറയുന്നതെന്ന് വെച്ചാല് ഇപ്പം സോഫാർ ഓക്കെ രാഷ്ട്രീയത്തിലുണ്ട് ഇല്ല എന്നല്ല, പക്ഷെ അപ്പനെ പോലെ സജീവമായിട്ടില്ല. പക്ഷെ ഇപ്പൊ അപ്പൻ എന്ന് പറയുന്ന ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഇപ്പുറത്തുണ്ട്. അപ്പൊ ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് സാർ ഇറങ്ങുമ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി, ലയബിലിറ്റി ഇതെല്ലാം ഓൾ ഓഫ് എ സഡൻ ഒരു ഹെഡിലേക്ക് വരികയല്ലേ? അല്ല, അതിനകത്ത് ഉള്ള മെയിൻ തിങ് എന്ന് വെച്ചാൽ ആളുകളുടെ കൺസേൺസ് കേൾക്കുക എന്നുള്ളത്. അതാണ് ഞാനിപ്പം എടുത്തിരിക്കുന്ന ഒരു റോൾ എന്ന് പറഞ്ഞാൽ. അദ്ദേഹം മാറിയതിനു ശേഷം പുതുപ്പള്ളി എന്നുള്ള ആളുകൾ എല്ലാ ഞായറാഴ്ചയും അദ്ദേഹത്തിനെ കാണാൻ വരുന്ന പോലെ കേരളത്തിൽ നിന്നുള്ള പല ഭാഗത്തു നിന്നുള്ള ആളുകൾ കാണാൻ വരുന്നു. ഇപ്പോൾ ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. അപ്പൊ അവരെ കേൾക്കുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, അതായത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹി വാസ് എ ലിസണർ. ലിസണിങ് കേപ്പബിലിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംസാരം കുറവായിരുന്നു. പ്രസംഗത്തിൽ വളരെ ചുരുക്കമായിട്ട് മാത്രമേ പ്രസംഗിക്കത്തുള്ളൂ. അതുപോലെ തന്നെ കേൾക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ എബിലിറ്റി. അപ്പൊ ജനങ്ങളെ കേൾക്കുവാനുള്ളൊരു മനസ്സ്, അതാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതേസമയം അദ്ദേഹത്തെ പോലെ ആവാൻ പറ്റുമെന്ന് വെച്ചാൽ നോട്ട് പോസിബിൾ. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഇലക്ഷൻ ടൈമിലൊക്കെ ആണേലും ഞങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കൊക്കെ പറയും, അതിനിപ്പോ എന്നാ പറയാനാ, ചാണ്ടിക്ക് തന്നെ കൊടുക്കത്തുള്ളൂ എന്നൊക്കെ. അപ്പൊ അവിടെ ഒരു വേറെ ഇതില്ല അവർക്ക് ആർക്കും പറയാൻ. കാര്യം അപ്പൊ ഞാൻ ആലോചിച്ചു, അപ്പൻ അത്രയും ജനപ്രിയനായിരുന്നു അവർക്ക് എല്ലാവർക്കും. അപ്പന് വേറെ ഉള്ള ആളായിട്ട് മാറ്റാൻ പറ്റിയല്ല അവർക്ക്. അപ്പൊ നാച്ചുറൽ മകൻ തന്നെ വരണം, മകനും ഞങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ളൊരു ആത്മാർത്ഥ വിശ്വാസം ആ പുതുപ്പള്ളിയിൽ എത്രയായാലും എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ആ ഒരു റെസ്പോൺസിബിലിറ്റി യു ആർ റെഡി ടു ടേക്ക്. ഞാൻ റെഡി ടു ടേക്ക് എന്ന് മാത്രമല്ല, ഞാൻ എടുത്തു കഴിഞ്ഞ കുറച്ച് റിസ്ക് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാനിപ്പം ഒരു 50 ഹൗസസ് പണിയാണ്. അത് വലിയ റിസ്കിലാണ് ഞാൻ അത് ചെയ്തു തുടങ്ങിയത്. അപ്പൊ അതിന്റെ ഒരു അപ്പൊ റിസ്ക് ടേക്കിംഗ് കൂടുതലാണ്. എന്നെ കൊണ്ട് ചെയ്യാവുന്ന ഞാൻ ചെയ്യുന്നു മാക്സിമം. ഓക്കെ. ഇപ്പൊ ഇതൊരു പറഞ്ഞ പോലെ ഒരു ലോങ് വിഷൻ ആണ്. അത് ഉദ്ദേശിച്ചാണോ നമ്മൾ ചെയ്യുന്നത്, അതോ ഒരു നല്ല കർമ്മമായിട്ടാണോ? അല്ലെങ്കിൽ അല്ല, എന്നെ സംബന്ധിച്ച് പുതുപ്പള്ളിയിൽ ഭവനരഹിതരെ ഉണ്ടാവരുതെന്ന് ആഗ്രഹം. അത് എന്റെ പിതാവിന്റെ ആഗ്രഹം തന്നെയാണ് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം മരിച്ച ഉടനെ തന്നെ എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ വിഷൻ തുടരുക, അത് എത്ര ഫാസ്റ്റ് ആയിട്ട് തുടരാൻ പറ്റുമോ അത് തുടരുക. അതിനോടൊപ്പം ഞാൻ എടുത്തൊരു അജണ്ടയാണ് സ്പോർട്സ് എന്ന് പറഞ്ഞൊരു അജണ്ട. കാരണം ഇന്ന് നമ്മുടെ കുട്ടികളെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഡ്രഗ്സ് ആണ്. സമൂഹത്തെ കഴിഞ്ഞ 8 വർഷമായിട്ട് വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നത്. ഇത് വളർന്ന് വന്നു. ഇപ്പോഴാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഈ പുറത്തു വന്നിരിക്കുന്നത്. ഐസ്ബർഗ് പോലെ. നമ്മള് ഇപ്പൊ ടിപ്പ് മാത്രമേ കാണത്തുള്ളൂ, പക്ഷെ അടുത്ത് ചെല്ലുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇതൊന്നും അല്ല. അപ്പൊ അത്രയ്ക്ക് വലുതായിരിക്കുന്നു. അതിന്ന് എങ്ങനെ കുട്ടികളെ മാറ്റാം? ഒരു വഴി എന്ന് പറഞ്ഞാൽ സ്പോർട്സ് ആണ്. സ്പോർട്സ് ഇസ് എ മീഡിയം വിച്ച് ഐ എം ട്രൈങ് ടു യൂസ് ടു ഡൈവേർട്ട് ദ ചിൽഡ്രൻ ഫ്രം ഡ്രഗ്സ്. അപ്പം അതിന് ഇപ്പൊ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ കീഴിൽ ഒരു 2 ടർഫ് ബിൽഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്റെ ഫണ്ടിൽ നിന്ന് തന്നെ 2 പബ്ലിക് യൂസിന് വേണ്ടി 2 സ്വിമ്മിംഗ് പൂൾസ് പണിയുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പുതുപ്പള്ളി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ ദിവസം വിനായക് മേനോൻ എന്ന് പറഞ്ഞ ചെൽസിയുടെ വെൽനസ് ഡയറക്ടറായിരുന്നു. അപ്പൊ അദ്ദേഹമായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചു. അദ്ദേഹത്തെ കാണുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്റെ ഒരു അൾട്ടിമേറ്റ് എയിം ലോങ് ടേം ആണ്. എന്തെങ്കിലും ചെറിയൊരു സ്റ്റേഡിയം എങ്കിലും ഉണ്ടാവണം പുതുപ്പള്ളിയിൽ. അപ്പം കുട്ടികൾക്കുള്ള ആവശ്യത്തിന്. ഓക്കെ. അതിപ്പം നമ്മൾ പ്രസന്റ് വരുന്നത് ഇപ്പൊ ആസ് ഇറ്റ് ഈസ് ഉള്ള പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെയാണ് പൊളിറ്റിക്സ് വൈസ് അത് മാറ്റാനൊന്നും നോക്കത്തില്ലേ സർ? അല്ല, അത് ഫ്യൂച്ചർ ബട്ട് പ്രസന്റ് ഈ സ്പോർട്സ് മീൻസ് വിത്തിൻ 1 or 2 years it will be finished. അതേസമയം ഇപ്പൊ ഉള്ള ഇഷ്യൂസ് ഗവൺമെന്റിന്റെ ടാക്ലിംഗ് വളരെ അനിവാര്യമായിട്ട് വരികയാണ്. പക്ഷെ ഗവൺമെന്റ് മാത്രം പോരാ, പൊതുസമൂഹം കൂടി ഇതിനകത്ത് ഇൻവോൾവ് ആണ്.